അടുത്തായിട്ട് നമുക്ക് പുതിയൊരു സാധനം പഠിക്കാം. അപ്പം എൻ്റെ കയ്യിലൊരു ക്ലാസ് ഉണ്ട് പേഴ്സൺ എന്ന് വന്നിട്ട്, അതിനകത്ത് നമ്മൾ ഒരു കൺസ്ട്രക്ടർ, അതായത് അണ്ടർസ്കോർ ഇനീറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പേഴ്സണിൻ്റെ പ്രോപ്പർട്ടീസ്. ഇതിൽ നെയിമും ഏജും ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അയാളുടെ നെയിമായിട്ട് ഇവിടെ കിട്ടിയ നെയിമും അയാളുടെ ഏജ് ആയിട്ട് ഇവിടെ കിട്ടിയ ഏജും സെറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ട സാധനം തന്നെയാണ്. എനിക്ക് ഒരു പേഴ്സൺ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഇതിപ്പോൾ ജസ്റ്റ് ക്ലാസ് ആണ്, ഞാൻ പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്, ഒരു ഐഡിയ മാത്രമാണ്. പക്ഷെ ഇതൊരു ആക്ച്വൽ എക്സിസ്റ്റിംഗ് സാധനമായിട്ട് മാറണമെങ്കിൽ പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം. അപ്പം അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വേരിയബിൾ ഉണ്ടാക്കണം. ഇപ്പം ഞാൻ പേഴ്സൺ 1 എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉണ്ടാക്കുകയാണ്, എന്നിട്ട് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചാൽ മതി. അതിലേക്ക് എന്ത് കൊടുക്കണം, നെയിമും ഏജും നമ്മൾ പാസ് ചെയ്യണം. ഞാൻ നെയിം എന്ന് പറയുന്നത് അലക്സും ഏജ് എന്ന് പറയുന്നത് 20 കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, പ്രിന്റ് ചെയ്യാണ്. എന്ത് ചെയ്യുക, പേഴ്സൺ 1ന്റെ നെയിമും ഏജും എനിക്ക് പ്രിന്റ് ചെയ്യണം വിചാരിച്ചു. അപ്പോൾ പേഴ്സൺ 1 ഡോട്ട് നെയിം പ്രിന്റ് ചെയ്യാം, അതേപോലെ തന്നെ പേഴ്സൺ 1 ഡോട്ട് ഏജ് പ്രിന്റ് ചെയ്യാം. ഞാൻ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ അലക്സ് 20 വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് ഒരാളുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാണ്, അതായത് സ്ക്രീനിലേക്ക് കാണിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലാസ്സിനകത്ത് നമുക്കിങ്ങനെ എത്ര വാരിയബിളുകൾ വേണമെങ്കിലും എഴുതാം. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയിട്ടില്ലേ, ഇനീറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ പേര് കുറച്ച് വിയേർഡാണ്, നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റാനൊന്നും പറ്റില്ല. നമുക്ക് സ്വന്തമായിട്ട് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. ക്ലാസ്സിനകത്ത് നമുക്ക് ഫംഗ്ഷൻ എഴുതാൻ പറ്റും എന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ ഫംഗ്ഷൻ എഴുതാം. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പ്രിന്റ് ഡീറ്റെയിൽസ് എന്നൊരു ഫംഗ്ഷൻ എഴുതാണ്. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ്സിനകത്ത് ഫംഗ്ഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് സെൽഫിനെ നമ്മൾ വാങ്ങിക്കണം. അതായത് ക്ലാസ്സിനകത്ത് ഏത് ഫംഗ്ഷൻ എഴുതുകയാണെങ്കിലും ഒന്നാമതായിട്ട് സെൽഫിനെ നമ്മൾ വാങ്ങിക്കണം. അത് പൈത്തണ് പാസ് ചെയ്തോളും, പക്ഷേ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് ആ സെൽഫിനെ എടുത്തിരിക്കണം. അപ്പോൾ ഈ സെൽഫിന് കൊണ്ട് എന്താ ഉപയോഗം എന്നുള്ളത് നമുക്കറിയാം. സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പേഴ്സൺ 1 പറയുകയാണെങ്കിൽ പേഴ്സൺ 1 ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതായത് അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ ആണ്, അതിൻ്റെ റെഫറൻസ് ആണ്. അപ്പോൾ സെൽഫ് ഡോട്ട് നെയിം സെൽഫ് ഡോട്ട് ഏജ് ഒക്കെ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലും നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രിന്റിങ്ങിൻ്റെ സാധനം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ സെൽഫിലാണ് ഈ പേഴ്സൺ 1 ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സെൽഫ് ഡോട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ സമയത്ത് ഇനി നമുക്ക് പേഴ്സൺ 1ന്റെ സാധാരണ നമ്മൾ നെയിം കിട്ടുന്ന ഡോട്ട് നെയിം എന്ന് പറയും, ഏജ് കിട്ടുന്ന ഡോട്ട് ഏജ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിലോ ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്താൽ മതി, അപ്പോഴും പ്രിന്റ് ആവുന്നുണ്ട്. അതായത് നമുക്കിത് എന്ത് ചെയ്യാം, എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും ക്ലാസ്സിൻ്റെ ഉള്ളിൽ എഴുതാം. എഴുതി കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ടായിട്ട് സെൽഫിനെ കൊടുക്കണം, അത് നിർബന്ധമാണ്. ആ സെൽഫിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ ആക്സ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം വിചാരിച്ചു. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ അഡ്രസ് ഇവിടെ ജസ്റ്റ് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നെ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ അടിക്കും. കാര്യം എന്താ, പ്രിന്റ് ഡീറ്റെയിൽസിൽ ഈ അഡ്രസ്സ് പാസ് ചെയ്തിട്ടില്ല. കാര്യം എന്താ, സെൽഫിനെ പൈത്തണ് പാസ് ചെയ്തോളും, ബാക്കി നമ്മൾ പാസ് ചെയ്യണം. ഇവിടെ ഞാൻ XYZ ഹൗസ് എന്നങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എറർ മാർക്ക് കിട്ടും. ഉണ്ടോ? അങ്ങനെ നമുക്കൊരു ക്ലാസ്സിനകത്ത് എത്ര പ്രോപ്പർട്ടി വേണമെങ്കിലും കൊടുക്കാം, അതേപോലെ തന്നെ എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂ, സെൽഫ് ആദ്യത്തെ ഇൻപുട്ടായിട്ട് വാങ്ങിക്കണം. ആ സെൽഫിനെ വെച്ചിട്ടാണ് നമ്മളെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസിനൊക്കെ ആക്സ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് എഴുതുന്ന ഫംഗ്ഷൻ നമ്മൾ സാധാരണ ഫംഗ്ഷൻ എന്നല്ല വിളിക്കാറ്, നമ്മളതിനെ മെത്തേഡുകൾ എന്ന് വിളിക്കാറ്. തിയററ്റിക്കലി നോക്കുമ്പോൾ ക്ലാസ്സിനകത്ത് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലൊക്കെ സെയിം ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു തിയററ്റിക്കൽ സാധനം പറഞ്ഞതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്കറിയാം ഒരു പുതിയ പേഴ്സണെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അണ്ടർസ്കോർ ഇനീറ്റ് അണ്ടർസ്കോർ എന്നുള്ള ഈ ഒരു ഫംഗ്ഷനാണ് വർക്ക് ആവുക. നമ്മൾ പറഞ്ഞ പേഴ്സണെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് ശരിക്കും ഈ ഒരു ഫംഗ്ഷനാണ് വർക്ക് ആവുക. ഇതിൽ സെൽഫിലേക്ക് പൈത്തണ് പേഴ്സൺ 1 അങ്ങോട്ട് പാസ് ചെയ്തോളും. നെയിം നമ്മൾ അലക്സ് കൊടുത്ത് ഏജ് നമ്മൾ 20 കൊടുത്തു. അപ്പോൾ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് പറയുമ്പോൾ പേഴ്സൺ 1 ഡോട്ട് നെയിം ഈക്വൽ ടു അലക്സ് എന്നാവും. അതേപോലെ സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ് എന്ന് പറയുമ്പോൾ പേഴ്സൺ 1 ഡോട്ട് ഏജ് ഈക്വൽ ടു 20 എന്നാവും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ പേഴ്സൺ 1 ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഈ പ്രിന്റ് ഡീറ്റെയിൽസ് വർക്കാവും. ഇതിൽ പ്രിന്റ് സെൽഫ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എന്ന് പറയുന്നത് ഇവിടെ പേഴ്സൺ 1 ആയിരിക്കും. അപ്പോൾ പേഴ്സൺ 1 ഡോട്ട് നെയിം പ്രിന്റ് ആവും, പേഴ്സൺ 1 ഡോട്ട് ഏജ് പ്രിന്റ് ആവും. അപ്പം ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന ഫംഗ്ഷനുകൾ, അതായത് കുറച്ചൊരു സ്പെഷ്യലായിട്ട് പേര് നിർബന്ധമായിട്ടും ആ പേര് തന്നെ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ച് കൊടുക്കുന്ന ഫംഗ്ഷനുകളുണ്ട്. അതായത് 2 അണ്ടർസ്കോർ വെച്ചിട്ട് തുടങ്ങുന്ന ഫംഗ്ഷനാണിത്. ഈ 2 അണ്ടർസ്കോർ വെച്ചിട്ട് തുടങ്ങുന്ന ഫംഗ്ഷനാണ് തന്നെ ഇത് നമ്മൾ ഡബിൾ അണ്ടർസ്കോർ മെത്തേഡ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ തന്നെ കേട്ടോ. അല്ലെങ്കിൽ നമ്മളതിനെ ഷോർട്ട് ആക്കിയിട്ട് ഡണ്ടർ മെത്തേഡുകൾ എന്ന് വിളിക്കാറുണ്ട്. അതിങ്ങനെ കുറച്ച് സ്പെഷ്യൽ നെയിമുള്ള ഫംഗ്ഷനുകളാണ്. അതിനെ ഡണ്ടർ മെത്തേഡ്സ് എന്ന് മാത്രമല്ല മാജിക് മെത്തേഡ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടത് ആകെ ഇനീറ്റ് മാത്രമേ ഉള്ളൂ. ഇനീറ്റ് മാത്രമൊന്നുമില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് പ്രിന്റ് പേഴ്സൺ 1 ഒന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് റൺ ചെയ്ത് നോക്കുകയാണ്. ഒരു പേഴ്സൺ 1നെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് ഇതാണ് വരിക, എന്താ പേഴ്സൺ ഒബ്ജക്റ്റ് അറ്റ്, എന്നിട്ട് ഇതൊരു മെമ്മറി ലൊക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഞാൻ അതിന് പകരം എന്താണ് ഇവിടെ പുതിയൊരു ഫംഗ്ഷൻ എഴുതി കൊടുക്കുകയാണ്, DF, എന്നിട്ട് 2 അണ്ടർസ്കോർ. ഇപ്പൊ കുറേ കാണാം കേട്ടോ.
കുറേ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. STR എന്ന് കൊടുക്കാം, 2 STR, വീണ്ടും 2 പിന്നെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് സെൽഫ് നിർബന്ധമാണ്, അത് കൊടുത്തു. ഞാനിവിടെ റിട്ടേൺ തേങ്ങ എന്നൊന്ന് പറയാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്ത് ഒരു പുതിയ ഫംഗ്ഷൻ എഴുതി. ആ ഫംഗ്ഷന്റെ പേര് നമ്മൾ നേരത്തെ ഇനീറ്റ് പറഞ്ഞ മാതിരി 2 STR 2 ആണ്. നമ്മൾ പറഞ്ഞു ഇത് ഡണ്ടർ മെത്തേഡ്, മാജിക് മെത്തേഡ് എന്നൊക്കെ നമ്മൾ വിളിക്കും. എന്നിട്ട് ഇതിനകത്ത് ഒരു റിട്ടേൺ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ട്രിങ് തേങ്ങ എന്ന് കൊടുത്തു. ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാണ്. അപ്പൊ തേങ്ങ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് നമ്മളെ ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചു, പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ നമ്മൾ സ്ട്രിങ് ആയിട്ട് നമ്മളെ ക്ലാസ്സിനെ ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ പേഴ്സണെ നമ്മൾ എവിടെയെങ്കിലും ഒരു റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് ആയിട്ട് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്താണോ തരുന്നത് അതാണ് അവിടെ കൊണ്ടുപോയി ഫിറ്റ് ആക്കി കൊടുക്കുക. അതായത് നമ്മൾ പ്രിന്റ് ഇവിടെ പേഴ്സൺ 1 എന്ന് പറയുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ ഇവിടെ തേങ്ങാൻ തന്നുകൊണ്ട് ഇതിനകത്ത് ശരിക്കും തേങ്ങയാണ് വരിക. അതായത് നമ്മൾ അറിയാണ്ട് അണ്ടർ ദ ഹുഡ് ഈ ഫംഗ്ഷൻ ആണ് വർക്ക് ആവാൻ. ഇപ്പൊ ഈ ഫംഗ്ഷൻ ഇല്ലെങ്കിലോ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പേഴ്സൺ ഒബ്ജക്റ്റ് അറ്റ് ഇങ്ങനെയാണ് വരിക. ഈ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണോ തിരിച്ചു തരുന്നത് ആ ഒരു സാധനം അവിടെ ഫിറ്റ് ആക്കി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തേങ്ങാന്ന് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റഡ് സ്ട്രിങ് ആയിട്ട് നമുക്ക് ആളുടെ പേര് സെൽഫ് ഡോട്ട് നെയിം എന്നിട്ടൊരു കോളൻ ഇട്ടിട്ട് ഫോർമാറ്റഡ് സ്ട്രിങ് ആട്ടോ ഇത്, സെൽഫ് ഡോട്ട് ഏജ്. ഫോർമാറ്റഡ് സ്ട്രിങ് എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രിങ്ങിന്റെ അകത്ത് എന്തെങ്കിലും ഒരു സാധനം, അതായത് ഒരു വാരിയബിളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടണമെങ്കിൽ F ഇട്ട് കൊടുക്കുക മുമ്പിൽ. ശേഷം കേളി ബ്രേസ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പൈത്തൺ കോഡ് എഴുതാൻ പറ്റും. അത് അതിന്റെ ആക്ച്വൽ വാല്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്തു. അതായത് ഇവിടെ ഇപ്പോൾ സെൽഫ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ അലക്സ് എന്നാവും, സെൽഫ് ഡോട്ട് ഏജ് എന്ന് പറയുമ്പോൾ 20 എന്നാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, അലക്സ് 20 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിന്റിന്റെ അകത്ത് നമ്മൾ പേഴ്സൺ 1 കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അണ്ടർ ദ ഹുഡ് ഈ ഒരു ഫംഗ്ഷൻ ആണ് വർക്ക് ആവുക. ഈ ഫംഗ്ഷൻ വർക്കായിട്ട് ഈ ഫംഗ്ഷൻ തരുന്നത് എന്താണോ അത് ഇവിടെ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ പേഴ്സൺ ഒബ്ജക്റ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ട് മെമ്മറി ലൊക്കേഷനെ കാണിക്കാം. ഇതുണ്ടെങ്കിൽ ഇതെന്താണോ തിരിച്ചു തരുന്നത് ആ വാല്യൂ വെച്ചിട്ട് അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. പിന്നെ അടുത്തായിട്ട് നമുക്ക് പുതിയൊരു ഡണ്ടർ മെത്തേഡ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലാസ് ഉണ്ടാക്കാണ്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരു 2Dയിലാണ് പറയുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിന് എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട് അല്ലേ. ഇപ്പോൾ 3D ആണെങ്കിൽ എക്സും വൈയും സെറ്റും ഉണ്ട്. നമ്മളിപ്പോൾ 2Dയിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് എന്നുള്ള ക്ലാസ് ഉണ്ടാക്കുക, അതിന് എക്സും വൈയും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുകയാണ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിന് കൺസ്ട്രക്ടർ കൊടുക്കുകയാണ്. എന്നിട്ട് സെൽഫ് ഉണ്ടാവും, പിന്നെ എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും. നമ്മൾ സെൽഫ് ഡോട്ട് എക്സ് ഈക്വൽ ടു എക്സ്, സെൽഫ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ കൊടുത്തു. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് P1 എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റിന് ഉണ്ടാക്കാം. എക്സ് ഞാൻ ഒരു 10ഉം 12 കൊടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് പ്രിന്റ് എക്സ് P1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പോയിന്റ് ഒബ്ജക്റ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ട് വരാം. കാര്യം എന്താ, നമ്മളിവിടെ STR ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കിവിടെ എന്ത് ചെയ്യാം, STR കൊടുക്കാം. ഞാൻ ഇവിടെ എന്താണ് DF STR കൊടുക്കാണ്. സെൽഫ് എന്തായാലും വേണം. ഓക്കെ, എന്നിട്ട് തിരിച്ചു തരുന്ന സാധനമാണ് കാണിക്കുക. തിരിച്ചു തരുന്ന ഫോർമാറ്റഡ് സ്ട്രിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇതിനകത്ത് സെൽഫ് ഡോട്ട് എക്സ് സെൽഫ് ഡോട്ട് വൈ. ജസ്റ്റ് കാണാനുള്ള ഒരു ചന്തത്തിന് വേണ്ടിയിട്ടാണ്, വേറെ എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ ഉണ്ടോ പോയിന്റ് 10,12 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച സാധനങ്ങൾ ഇതിനകത്തുള്ളൂ. നമ്മളൊരു കൺസ്ട്രക്ടർ ഉണ്ട്, പോയിന്റ് എന്നിട്ടുള്ള ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷനെ നമ്മൾ ഡണ്ടർ മെത്തേഡ് എന്ന് വിളിക്കുക. ഇതിനൊക്കെ ഡണ്ടർ എന്ന് വിളിക്കുക. കാര്യം എന്താ, ഇതിന് സ്പെഷ്യൽ നെയിമാണ്, ഡബിൾ അണ്ടർസ്കോർ വെച്ചിട്ട് തുടങ്ങുന്ന നെയിമായതുകൊണ്ട് ഡണ്ടർ മെത്തേഡ്, മാജിക് മെത്തേഡ് എന്നൊക്കെ വിളിക്കും. ഈ STR എന്താ ചെയ്യുക, നമ്മൾ പ്രിന്റ് ഒക്കെ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രിങ് ആക്കിയിട്ട് മാറ്റുന്നത്, ഇവിടെ എന്താണോ കൊടുത്തത് അതാണ് പ്രിന്റിനകത്തൊക്കെ ഉപയോഗിക്കാം. സെറ്റായി, കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ എന്താണ് ഇവിടെ വേറൊരു പോയിന്റും കൂടെ ആഡ് ചെയ്യണേ. ഞാൻ P1 ഉം P2 ഉണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കാണുന്നുണ്ട്, അതും പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് ഇവിടെ മൂന്നാമതൊരു P3 ഉണ്ടാക്കാം. P3 ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, P1നെയും P2നും ആഡ് ചെയ്യാൻ നോക്കാം. അത് P1നും P2നും ആഡ് ചെയ്യാൻ നോക്കാണ്. ഞാനിവിടെ കൊടുത്തു P3 പ്രിന്റ് നോക്കാണ്. അപ്പോൾ എറർ അടിച്ച് എന്താ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ പ്ലസ് ഓപ്പറേറ്റർ ഇതിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ്. അതായത് രണ്ട് പോയിന്റിന്റെ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സാധാരണ നമ്പേഴ്സിന് ആഡ് ചെയ്യാം, കുഴപ്പങ്ങളൊന്നുമില്ല. സ്ട്രിങ്ങിന് ആഡ് ചെയ്യാം, കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡാറ്റ ടൈപ്പ് ആണല്ലോ ശരിക്കും ഇത്. ഈ പോയിന്റ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ സ്വന്തമായിട്ട് ഒരു ക്ലാസ് വെച്ച് ഉണ്ടാക്കിയതാണല്ലോ. അപ്പൊ ഇതിനെ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് പൈത്തൺ അറിയില്ല. അതാണ് ശരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എറർ അടിക്കുകയാണ്. എന്ന് വെച്ചാൽ പ്ലസ് എങ്ങനെ അതിന്മേൽ ചെയ്യണ്ടേന്നുള്ളത് പൈത്തൺ അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയിച്ചു കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അതും ഡണ്ടർ മെത്തേഡ് തന്നെയാണ്. അതായത് ആഡ് എന്നുള്ളത്, അതിന് സെൽഫും ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് ഇതിനകത്തൊരു അതറും ഉണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ നടക്കണം എന്നുള്ള കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പ്രിന്റ് ചെയ്ത് നോക്കാണ്. സെൽഫും അതേപോലെ തന്നെ പ്രിന്റ് ചെയ്ത് നോക്കാണ് അതറും. ജസ്റ്റ് എന്താ നടക്കണം എന്നുള്ള കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രിന്റൊക്കെ ഇവിടുന്ന് പ്രിന്റൊക്കെ ഒഴിവാക്കാണ്. ജസ്റ്റ് ഓപ്പറേഷൻ മാത്രമായിട്ട് കൊടുക്കാം. എന്താ നടക്കണം നോക്കാം. റൺ ചെയ്തപ്പോൾ 0.10, 12, 0.55 ഇവിടെ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ പ്രോഗ്രാമിൽ എവിടെ നമ്മൾ പ്രിന്റ് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഈ പ്രിന്റ് വർക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ക്ലാസ്സുമ്മിൽ ഈ പ്ലസ് വിളിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അണ്ടർ ദ ഹുഡ് ഈ ഒരു ഫംഗ്ഷനാണ് വർക്ക് ആവുക. ഈ അണ്ടർസ്കോർ ആഡ് അണ്ടർസ്കോർ എന്നുള്ള ഫംഗ്ഷനാണ് വർക്ക് ആവുക. എന്നിട്ട് ഇതിൽ സെൽഫിലേക്ക് എന്ത് ചെയ്യും, ആദ്യത്തെ ആളെ പാസ് ചെയ്യും. P1 എന്താ 0.10, 12. അതറിലേക്ക് ആരെ പാസ് ചെയ്യും, P2 പാസ് ചെയ്യും. അതായത് 0.55. അതുകൊണ്ടാണ് സെൽഫ് പ്രിന്റ് ചെയ്തപ്പം 10, 12 എന്നതും അതർ പ്രിന്റ് ചെയ്തപ്പം 5, 5 എന്നുള്ള പോയിന്റ് വന്നത്. എന്താ ഞാൻ പറഞ്ഞത്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്ലാസിന്റെ മേലെ പ്ലസ് കൊടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ആണ് വർക്ക് ആവുക. ഈ ഫംഗ്ഷൻ വർക്ക് ആകുമ്പോൾ സെൽഫിലേക്ക് ആ ഒരു ഒന്നാമത്തെ ആളെയും അതറിലേക്ക് രണ്ടാമത്തെ ആളെയാണ് പാസ് ആവുന്നത്. ഇവിടെ 5, 5 എന്നുള്ള പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് പോയിന്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ എക്സ് കോർഡിനേറ്റും ആഡ് ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ വൈ കോർഡിനേറ്റും ഇതിന്റെ വൈ കോർഡിനേറ്റും ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു പുതിയ പോയിന്റിനെ ഉണ്ടാക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, P3 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ടാക്കാണ്. പോയിന്റ് ഉണ്ടാക്കാൻ നമ്മൾ പോയിന്റ് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് വരാം. ആദ്യത്തേന്റെ എക്സ് കോർഡിനേറ്റ് കൂട്ടണം രണ്ടാമത്തേന്റെ എക്സ് കോർഡിനേറ്റ്. ഇതിന്റെ വൈ കോർഡിനേറ്റ് എന്താ വരാ, ആദ്യത്തേന്റെ വൈ കോർഡിനേറ്റ് കൂട്ടണം രണ്ടാമത്തേന്റെ വൈ കോർഡിനേറ്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ രണ്ട് പോയിന്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടർസ്കോർ ആഡ് എന്നുള്ള ഒരു ഡണ്ടർ മെത്തേഡ് കൊടുത്തു. അപ്പൊ നമ്മൾ പ്ലസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ആൾ എടുത്തിട്ട് സെൽഫിലും ഡീഫോൾട്ട് ആയിട്ട് പോകുന്നതാണ്. രണ്ടാമത്തെ ആൾ വെച്ചിട്ട് അതറിലേക്കും കൊടുക്കും. അപ്പൊ ഇതിന് കൊടുത്തോളും, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ ഇതിന്റെ ഒരു അഡീഷൻ മെക്കാനിസം സെറ്റ് ചെയ്യണം. എങ്ങനെ, എക്സ് കോർഡിനേറ്റും ആഡ് ചെയ്യാം, വൈ കോർഡിനേറ്റും ആഡ് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാക്കാം. അതാണ് നമ്മൾ പോയിന്റ് എന്നിട്ട് മൂന്നാമതൊരു പോയിന്റ് ഉണ്ടാക്കിയത്. അതിനെ ഞാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് റിട്ടേൺ P3 കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് P3 എന്താ വരുന്നത് എന്നുള്ളത് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. 0.15, 17. അപ്പൊ എന്താ നടന്നത്, 0.10, 12ഉം 0.55ഉം കൂട്ടിയപ്പം 0.15, 17 ഉണ്ടായി വന്നു. അതെങ്ങനെയാണ് ഉണ്ടായത്, നമ്മൾ P1 + P2 എന്ന് കൊടുക്കുന്ന സമയത്ത് ശരിക്കും എന്താ നടന്നത്, ഈ ആഡ് എന്നുള്ള ഫംഗ്ഷൻ ആണ് പൈത്തൺ വിളിച്ചത്. എന്നിട്ട് P1 സെൽഫിലേക്കും P2 അതറിലേക്കും പാസ് ചെയ്തിട്ട് കൊടുത്തു. അപ്പൊ പോയിന്റ് ഓഫ് സെൽഫ് ഡോട്ട് എക്സ് എത്രയാ, 10 ആണ്. അപ്പൊ 10 കൂട്ടണം അതർ ഡോട്ട് എക്സ് എത്രയാ, 5 ആണ്. അപ്പൊ 10 കൂട്ടണം 5, 15 ആയി. ഇത് 15 ആയേ. അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് വൈ 12 ആണ്, അതർ ഡോട്ട് വൈ 5 ആണ്. അപ്പൊ 12, 5, 17 ആണ്. അപ്പൊ ശരിക്കും ഇത് 15, 17 എന്നായി. അപ്പൊ പോയിന്റ് ഓഫ് 15, 17 എന്ന് വെച്ചാൽ അതൊരു പുതിയ പോയിന്റ് ആയി P3യിലേക്ക് കൊടുത്തു. ഇനി P3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാരിയബിൾ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, എന്ത് ചെയ്താൽ മതി, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കൊടുത്താലും മതി. അപ്പൊ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളിവിടെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഈ ക്ലാസ്സിന് ഒരു അഡീഷൻ ഓപ്പറേഷൻ, അതായത് പ്ലസ് ഓപ്പറേറ്റർ ഇതിന്റെ മേലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ നടക്കേണ്ടതെന്നുള്ള ഒരു മീനിങ് നമ്മൾ കൊടുക്കുക ചെയ്തത്. അതായത് നമ്മൾ പ്ലസ് നമ്മുടെ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റിന്റെ മേലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ നടക്കേണ്ടതെന്നുള്ള മീനിങ് ആണ് നമ്മൾ ശരിക്കും അണ്ടർസ്കോർ ആഡ് എന്നുള്ള ഈ ഫംഗ്ഷൻ വെച്ചിട്ട് കൊടുത്തത്. ഈ ഫംഗ്ഷൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കോഡ് റൺ ചെയ്ത് എറടി, കാര്യം ഞാൻ അറിയില്ല പ്ലസ് എങ്ങനെയാ നോക്കേണ്ടതെന്നുള്ളത്. നേരെ മറിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് ശരിക്കും വർക്കായി. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് വിളിക്കാം. ഇത് പ്ലസ് മാത്രമൊന്നുമല്ല കേട്ടോ, ഞാൻ മൈനസ് കൊടുത്തു വിചാരിച്ചു. മൈനസ് വർക്ക് ആവില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ മൈനസ് എങ്ങനെയാ വർക്ക് ചെയ്യേണ്ടത് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുത്തു നോക്കാം. സബ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആണ്. സെൽഫ് അതറും എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയൊരു പോയിന്റിന് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അതായത് സെൽഫ് ഡോട്ട് എക്സ് അതർ ഡോട്ട് എക്സ് മൈനസ് ചെയ്യാം. അതേപോലെ സെൽഫ് ഡോട്ട് വൈന്ന് അതർ ഡോട്ട് വൈ മൈനസ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. വേണ്ടോ, 5 അപ്പൊ 10 നിന്ന് 5 കുറച്ച 5, അതാണ് ഒന്നാമത്തെ 5. 12 നിന്ന് 5 കുറച്ച 7, അതാണ് രണ്ടാമത്തെ 7. നമുക്ക് പ്ലസും മൈനസും നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമുക്ക് ചെയ്യാം. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് വിളിക്കുക. ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് കേട്ടോ.